പ്രധാന വാർത്തകൾ. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിനെ വിലക്കി ഇസ്രായേൽ. ആക്രമണത്തെ അപലപിച്ചപ്പോൾ ഇറാന്റെ പേര് പറഞ്ഞില്ല. അന്റോണിയോ ഗുട്ടറസ് അസ്വീകാര്യനായ നയതന്ത്രജ്ഞൻ എന്നും വിമർശനം. ഇസ്രായേൽ വിരുദ്ധരെ രാജ്യത്ത് കാലുകുത്തിക്കില്ല എന്നും മുന്നറിയിപ്പ്. ADGP വിഷയത്തിൽ CPI സമ്മർദ്ദത്തിന് വഴങ്ങാതെ മുഖ്യമന്ത്രി. DGPയുടെ റിപ്പോർട്ട് വരട്ടെ എന്ന് ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ പിണറായി വിജയൻ. മാറ്റിയേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ച CPI. കാലതാമസം സഹിക്കുന്നതിന് പരിധിയുണ്ട് എന്ന പ്രകാശ് ബാബു ന്യൂസ് 18നോട്. DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ. മുഖ്യമന്ത്രിയുടെ അഭിമുഖം PR ഏജൻസിയെ ഏൽപ്പിച്ചതിൽ വെട്ടിലായി സർക്കാരും പാർട്ടിയും. ഏജൻസിക്കെതിരെ കേസെടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിക്ക് PR ആവശ്യമില്ലെന്ന് മുഹമ്മദ് റിയാസ്. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിന്റെ തലക്കടിക്കണം. ആ തല ഇപ്പോ സഖാവ് പിണറായി വിജയനാണ്. ഇന്നലെ വേറൊരാളായിരുന്നു, നാളെ വേറൊരാളാണ്. ആരാണോ തല, ആ തലയെ അടിക്കും. PV അൻവറിനെ തള്ളി KT ജലീൽ. അൻവറുമായുള്ള സൗഹൃദം നിലനിൽക്കും. രാഷ്ട്രീയ നീക്കത്തിൽ വിയോജിപ്പ് ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്നും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും. CPIM-ന്റെ സഹയാത്രികനായി മുന്നോട്ട് പോകും. CPIM-നെ നേരിടാൻ സ്വന്തം പാർട്ടി ഉണ്ടാക്കാൻ അൻവർ. ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ്. നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന നമുക്ക് ഇത്രയും ആവശ്യപ്പെടാനുള്ളൂ. അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അർജുന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. മനാഫിനെതിരെ അർജുന്റെ കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുന്നു. അർജുന്റെ പേരിൽ അനാവശ്യ ഫണ്ട് പിരിവ് നടത്തി മാൽപ്പയുമായി ചേർന്ന് നാടകം കളിക്കുകയായിരുന്നു. തുടർന്നാൽ ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ആരോപണങ്ങൾ നിഷേധിച്ച് മനാഫ്. ചിലപ്പോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ അവരെ പിന്നിലുണ്ടോ, വേറെ എന്തെങ്കിലും ശക്തികൾ അവരെ പിന്നിലുണ്ടോ, എന്താ ഇങ്ങനെ പെട്ടെന്ന് ആയതെന്ന് അറിയില്ല. ചെറിയ ചെറിയ വിഷയങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബലാത്സംഗ കേസിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്യേണ്ട എന്ന അന്വേഷണ സംഘം. സ്വമേധയാ ഹാജരായാലും ചോദ്യം ചെയ്യില്ല. സുപ്രീം കോടതി ഉത്തരവിന് ശേഷം മതിയെന്ന് തീരുമാനം. ന്യൂസ് അപ്ഡേറ്റ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ വിലക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. രാജ്യത്ത് പ്രവേശിക്കരുത് എന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. വിലക്ക് ഏർപ്പെടുത്തി എന്ന കാര്യം ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. വളരെ കടുത്ത നീക്കങ്ങളിലേക്ക് ഇസ്രായേൽ പോകുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിന്റെ പേരിൽ ആണ് ഇപ്പോൾ അന്റോണിയോ ഗുട്ടറസിന് വിലക്ക് ഏർപ്പെടുത്തുന്നതായി ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത്. ഇറാന്റെ ആക്രമണം ഉണ്ടായതിനു ശേഷം എക്സിലൂടെയായിരുന്നു അന്റോണിയോ ഗുട്ടറസ് ഈ ആക്രമണത്തെ അപലപിച്ചത്. ആക്രമണത്തെ അപലപിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ അപലപിക്കുന്നതായും അത് ഉടൻ അവസാനിപ്പിക്കണം എന്നുമായിരുന്നു ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആക്രമണം നടത്തിയ ഇറാനെ ഈ അപലപിച്ചപ്പോൾ പേരെടുത്ത് പരാമർശിച്ചില്ല എന്നതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത്. വളരെ കടുത്ത നീക്കങ്ങളും രൂക്ഷമായ വിമർശനങ്ങളും ആണ് ഇസ്രായേൽ ഉന്നയിക്കുകയും ചെയ്യുന്നത്. മാത്രവുമല്ല, ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നവരെ, ഇസ്രായേലിനെ തള്ളിപ്പറയുന്നവരെ രാജ്യത്ത് കാലുകുത്താൻ അനുവദിക്കില്ല. അത്തരം നയതന്ത്രജ്ഞർ ഒന്നും തന്നെ ഇസ്രായേലിലേക്ക് വരേണ്ടതില്ല എന്ന കടുത്ത നിലപാട് കൂടിയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെയായിരുന്നു ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം തിരിച്ചുവിട്ടത്. തിരിച്ചടി നടത്തിയതിനു ശേഷമുണ്ടായ പ്രതികരണമായിരുന്നു അന്റോണിയോ ഗുട്ടറസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഐക്യരാഷ്ട്രസഭ എന്ന നിലയിൽ
ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ വിശ്വസിക്കാനാകാത്ത നയതന്ത്രജ്ഞൻ, അസ്വീകാരനായ തന്ത്രജ്ഞൻ എന്നിങ്ങനെയുള്ള വിമർശനങ്ങളും ഇസ്രായേൽ നടത്തി. പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത് ഇറാൻ എന്ന് വ്യക്തമാകുമ്പോൾ പോലും ഇറാന്റെ പേര് പരാമർശിക്കാൻ അന്റോണിയോ ഗുട്ടറസ് തയ്യാറാകാതിരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കടുത്ത നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാന് തിരിച്ചടി നൽകും എന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മേധാവിയും ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാനിൽ ഉടനീളം ആക്രമണം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നടത്തിയ പ്രതികരണം. അതേസമയം ലെബനൻ അതിർത്തിയിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട ഹിസ്ബുള്ള മിസൈലുകൾ വർഷിച്ചു എന്നത് സംബന്ധിച്ചും വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെയാണ് ഇസ്രായേലിന്റെ പുതുവത്സര ആഘോഷ പരിപാടികൾ ഇപ്പോൾ ആരംഭിക്കാൻ തുടങ്ങുകയാണ്. 7-ാം തീയതി വരെയാണ് ഇത്തരത്തിൽ പുതുവത്സര ആഘോഷങ്ങൾ നടക്കുക. അതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആക്രമണം സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആക്രമണം കടുപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിന് പിന്നാലെ ചെങ്കടലിൽ എണ്ണക്കപ്പലിന് നേരെ ഹൂതി ആക്രമണവും ഉണ്ടായിരുന്നു. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഇന്നലെ രാത്രി ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത്. 181 ബലസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് മേൽ ഇറാൻ വർഷിച്ചത്. എന്നാൽ ആക്രമണത്തെ ചെറുത്തതായും ആൾനാശം ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. ഇസ്രായേൽ നഗരമായ ടെൽ അവീവിൽ നടന്ന വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. ആയുധധാരികളായ 2 അക്രമകാരികളെ വധിക്കുകയും ചെയ്തു. ഇവർ തീവ്രവാദികൾ ആണ്. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ പുതുവർഷ ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതേസമയം ലെബനനിൽ നടന്ന പോരാട്ടത്തിൽ 8 സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം അതിർത്തി കടന്നതിന് ശേഷം ആണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. കാരണം ലെബനനിൽ ഇപ്പോൾ കരയുദ്ധം ആണ് ഇസ്രായേൽ കടുപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ കരയുദ്ധം നടക്കുകയും ഹിസ്ബുള്ളയെ തീർത്തതിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കി. ഇതിനിടയിലാണ് 8 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണമായി വന്നിട്ടുള്ളത്. എന്നാൽ 90% മിസൈലുകളും ലക്ഷ്യം കണ്ടു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ആക്രമണം ഉണ്ടാകുമോ എന്നാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇസ്രായേലിൽ ഇപ്പോൾ രാത്രി സമയം ആണ്. അതുകൊണ്ട് തന്നെ ഇനി രാത്രിയാകാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിലും ഇറാൻ ആക്രമണം കടുപ്പിക്കുമോ? പ്രത്യേകിച്ച് ഇന്ന് ഇസ്രായേലിന്റെ പുതുവത്സര ആഘോഷങ്ങൾ ആരംഭിക്കുന്ന ദിവസം കൂടിയാണ്. അതിനിടെ ആക്രമണം തുടരുമോ ഇറാൻ എന്നുള്ളതാണ്. പുതുവത്സര ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് നേരത്തെ ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തിൽ 30-ലധികം ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു ഇസ്രായേൽ നൽകിയ നിർദ്ദേശമെങ്കിൽ അത് ഇസ്രായേൽ പിൻവലിച്ചു എന്നുള്ളതാണ് മറ്റൊരു വിവരം. 1000 പേർക്ക് വരെ ഒരു ഭാഗത്ത് തന്നെ കൂട്ടമായി ആഘോഷിക്കാം, അങ്ങനെയുള്ള ആഘോഷങ്ങൾ നടത്താമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഇറാനെ ഭയക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ രാത്രിയിൽ ഇറാനുമേൽ ഇസ്രായേൽ തിരിച്ചടി നൽകുമോ എന്നതും ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് അപ്ഡേറ്റ്സ് മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച് CPI. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ കൂടിക്കാഴ്ചയിൽ ആണ് നിലപാട് ആവർത്തിച്ചത്. DGPയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയിൽ തീരുമാനം എന്നാണ് ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും അറിയിച്ചത്.
മാറ്റാതെ തരമില്ല, ഉടൻ മാറ്റിയേ മതിയാകൂ എന്ന് ഓരോ ദിവസവും മാധ്യമങ്ങളെ കണ്ട് സംസ്ഥാന സെക്രട്ടറിയും പ്രകാശ് അടക്കമുള്ള നേതാക്കൾ പറയുമ്പോൾ മുഖ്യമന്ത്രി ഒറ്റ നിലപാടത്തിനാണ് നിൽക്കുന്നത്. നടപടിയുടെ കാര്യം സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. ഒരുപക്ഷെ നാളെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ ബിനോയ് വിശ്വത്തിന് തന്നെ മുഖം രക്ഷിക്കണമെങ്കിൽ അവിടെ വരുന്ന വിമർശനങ്ങളുടെ വേഗം, അതിന്റെ ആഘാതം കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നടപടി കൂടിയേ തീരുമായിരുന്നുള്ളൂ. മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറിയും നേരിട്ട് കണ്ടും താൻ ഈ ആവശ്യം ഉന്നയിച്ചു എന്ന് CPI സംസ്ഥാന നിർവാഹക സമിതിയെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ബിനോയ് വിശ്വത്തിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇന്ന് ഈ രാത്രി ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത്. CPI നേതൃത്വം ആ കൂടിക്കാഴ്ച തയ്യാറാവുകയായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഈ നടപടി അധികം വൈകിപ്പോകാൻ സാധ്യതയില്ല. നമ്മൾ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവുമായി സംസാരിച്ചിരുന്നു. അപ്പോഴും പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ഉറപ്പും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. റിപ്പോർട്ട് വന്ന ശേഷം നടപടി എന്ന മുൻ നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു. അത് അധികം വൈകാതെ ഉണ്ടാകും. കാരണം സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം ആരംഭിച്ചത് ഏതാണ്ട് ഒരു മാസത്തോളം ആകുന്നു. റിപ്പോർട്ട് ഇനിയും വൈകാൻ ഉള്ള സാധ്യത കുറവാണ്. മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് കാര്യം വിശദീകരിക്കേണ്ടി വരും. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ കെ രാജൻ ഈ വിഷയം ആവശ്യപ്പെട്ടപ്പോൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിലും അന്വേഷണം നടക്കുകയാണ്. അതിനുശേഷം തീരുമാനമുണ്ടാകും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതുമാണ്. ആ മന്ത്രിസഭാ യോഗം നാളെ ചേരേണ്ടതായിരുന്ന പൊതു അവധി ദിവസമായതിന് ഗാന്ധി നാളത്തേക്ക് മന്ത്രിസഭാ യോഗം മാറ്റിയത്. നാളെ മുഖ്യമന്ത്രിക്ക് മന്ത്രിസഭാ യോഗത്തിലും കാര്യം വിശദീകരിക്കേണ്ടത്. വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. CPIഎമ്മിന്റെയും CPIയുടെയും നേതൃയോഗങ്ങൾ ആരംഭിക്കാനിരിക്കെ കൂടിയായിരുന്നു ബിനോയ് വിശ്വം AKG സെന്ററിൽ എത്തി മുഖ്യമന്ത്രിയുമായും CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിലും ADGPയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഉടൻ തന്നെ റിപ്പോർട്ട്, DGPയുടെ റിപ്പോർട്ട് വരും എന്നാണ് അനുമാനിക്കുന്നത്. അതേസമയം ADGPയെ മാറ്റുന്നതിലെ കാലതാമസം സഹിക്കുന്നതിന് പരിധിയുണ്ട് എന്ന് നേരത്തെ CPI മുന്നറിയിപ്പ് നൽകിയിരുന്നു. DGP അന്വേഷിച്ചാലും ഇല്ലെങ്കിലും ADGPയെ മാറ്റിയേ പറ്റൂ എന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. അതിന് അന്വേഷണ റിപ്പോർട്ട് വേണ്ട, ADGPയെ മാറ്റുന്നതിനുള്ള നടപടിക്രമത്തിനുള്ള കാലതാമസമാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം വൈകുന്നതിന് പിന്നിൽ എന്നാണ് CPI കരുതുന്നത് എന്നുമായിരുന്നു ന്യൂസ് 18നോടുള്ള പ്രതികരണം. DGPയുടെ റിപ്പോർട്ട് വരുന്നു ഈ വിഷയങ്ങളിൽ എന്താണ് CPI പ്രതീക്ഷിക്കുന്നത്? ആ റിപ്പോർട്ടിൽ ഞങ്ങൾ റേസ് ചെയ്ത വിഷയം പൊളിറ്റിക്കൽ ഇഷ്യൂയാണ്. അതിന് ഒരു DGPയുടെയും റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അത് വളരെ കൃത്യമായി ഞങ്ങളെല്ലാവരും അത് ആദ്യമേ തന്നെ പറഞ്ഞതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിലെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ രഹസ്യമായി സന്ദർശിച്ച് അവരുമായിട്ട് അഭിപ്രായം കൈമാറി എന്നുള്ളതാണ് ഞങ്ങൾ റേസ് ചെയ്ത വിഷയം. അങ്ങനൊരു രഹസ്യ സന്ദർശനത്തിൻ്റെ ആവശ്യം LDF ഗവൺമെൻറ്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനില്ല. അത് തെറ്റാണ്, അത് ചെയ്തത് തെറ്റാണ്. അതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അത് അയാൾ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. RSS നേതാക്കളെ സന്ദർശിച്ച ADGP ക്രമസമാധാനത്തിൻ്റെ ചുമതല വഹിക്കാൻ വേണ്ട, അത് ആ പോസ്റ്റിൽ നിന്നേ മാറ്റുക, ആ ചുമതലയിൽ നിന്നേ അദ്ദേഹത്തെ മാറ്റുക. അത് അന്വേഷണത്തിൽ കൂടി മാറ്റേണ്ടുന്ന കാര്യമല്ല. മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ച് രക്ഷിക്കുകയാണ്, അജിത് കുമാറിനെ കയ്യും കാലും കെട്ടിപ്പിടിച്ച് രക്ഷിക്കുകയാണെന്ന് PV അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മണിക്കൂറുകളോളം. പ്രൊസീജിയറൽ ഇറഗുലാരിറ്റി എന്തെങ്കിലും പിന്നീട് കോടതി കണ്ടെത്തിയാൽ മുഖ്യമന്ത്രി എടുത്ത നടപടിയെ റദ്ദു ചെയ്യും. അതുകൊണ്ട് മുഖ്യമന്ത്രി അതിൻ്റെ നടപടിക്രമങ്ങളിൽ കൂടി പോകുന്നതിന് വേണ്ടി സമയമെടുക്കുന്നു. ആ സമയമെടുക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാലതാമസം. ആ കാലതാമസത്തിന് ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് ആ കാലതാമസമാണ് സംരക്ഷണമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ളതിനെ ഞാൻ കാലതാമസമായിട്ടേ കാണുന്നുള്ളൂ, സംരക്ഷണമായിട്ട് കാണുന്നില്ല. അതിൻ്റെ ഒരു ലിമിറ്റുണ്ടല്ലോ, ആ ലിമിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ ആയാലും അത് നടപ്പിലാക്കി വെക്കൂ. ആ കാലതാമസം ഈ DGPയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് ഈ വിഷയത്തിനകത്തൊരു പരാമർശം ഉണ്ടാകുന്നില്ലെങ്കിൽ, നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കാലതാമസം അല്ല ഇനിയുള്ളത് എന്ന് പറയാൻ CPI മുന്നോട്ട് വരും. DGPയുടെ റിപ്പോർട്ടും മുഖ്യമന്ത്രി എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളതും കൂടെ കണ്ടിട്ട് നമുക്ക് ഒരു തീരുമാനം, അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാം.
ഇന്ന് ചർച്ചയായ മറ്റൊരു വാർത്ത, ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്ത് വന്നതായിരുന്നു. മനാഫ് കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുന്നുവെന്നാണ് അർജുന്റെ കുടുംബം ആരോപിച്ചത്. മനാഫ് അനാവശ്യമായി ഫണ്ട് പിരിക്കുന്നുവെന്നും കുടുംബം പറഞ്ഞു. പിച്ചെടുക്കേണ്ട ആവശ്യം കുടുംബത്തിന് നിലവിലില്ല. മാൽപേയുമായി ചേർന്ന് മനാഫ് നാടകം കളിക്കുകയായിരുന്നു. മാൽപേയുമായി ചേർന്ന് യൂട്യൂബ് വീഡിയോ നിർമ്മിക്കുകയും വ്യൂസ് കൂട്ടുകയുമായിരുന്നു മനാഫിന്റെ ലക്ഷ്യം. സഹായിച്ചില്ലെങ്കിലും കുത്തിനോവിക്കരുത് എന്നും അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു. അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഇത് പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോറി ഉടമ അല്ല തന്നത്, അദ്ദേഹത്തിന്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു. 2000 രൂപയാണ് തന്നത്. ഇതെല്ലാം ഓപ്പണായിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല, ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. പിന്നെ അടുത്ത വിവാദം എന്ന് പറഞ്ഞാല് ഈ അർജുന്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്തൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അപ്പോ അത് അർജുവേട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷെ ഇപ്പോ അത് അർജുവേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കുക. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കിയെടുത്ത് ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അർജുന്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മനാഫ്ക എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നതാണ്. ഇതിങ്ങനെ സ്പ്രെഡ് ആകും. അപ്പോ എല്ലാവരും പറയുന്നത് വെച്ചാല് നമ്മള് പൈസ കൊടുത്ത് നന്നാക്കിയ വണ്ടിയാണ്. ഇത് ഈ ജൂലൈ 10 നന്നാക്കിച്ച വണ്ടിയാണ്. ഈ സംഭവം നടക്കുന്നതിന്റെ എത്ര മുന്നേ നടന്ന സംഭവമാണ്. ഞാനിന്നിട്ട് അപ്പം പണിക്ക് പോയി വന്നതാണ്. പക്ഷെ എനിക്ക് ഒരു ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാനൊക്കെ ഒരു ചടപ്പായിട്ട് തിരികെ വന്നതാണ്. അപ്പൊ ഈ ബൈക്കിന്റെ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന നമുക്ക് ഇത്രയും ആവശ്യപ്പെടാനുള്ളൂ. അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അർജുന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയും ആ നടപടിയും ആണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. ഇനിയും പ്രതികരിക്കേണ്ടി വരും. ഈ രീതിയിലല്ല, ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും. അതേസമയം ആരോപണങ്ങൾ മനാഫ് തള്ളിക്കളഞ്ഞു. പണം വാങ്ങിയെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊന്നുള്ളൂ എന്നായിരുന്നു മനാഫ് പറഞ്ഞത്. അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. രാഷ്ട്രീയമോ അല്ലാതെയോ ഉള്ള ഗൂഢാലോചന ഉണ്ടായോ എന്ന് സംശയിക്കുന്നതായും മനാഫ് പറഞ്ഞു. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തനിക്ക് വേണ്ടിയാണ്. അതിൽ എന്താണ് തെറ്റ്? പുതിയ ലോറിക്ക് അർജുൻ എന്ന് തന്നെ പേരിടുമെന്നും മനാഫ് പറഞ്ഞു. അർജുന്റെ കുടുംബം രൂക്ഷമായ ആരോപണങ്ങളാണ് മനാഫിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കുടുംബത്തിന്റെ വൈകാരികത മുതലെടുക്കാൻ മനാഫ് ശ്രമിക്കുന്നു എന്നാണ് ആദ്യ ആരോപണം. ഇക്കാര്യങ്ങളിൽ നമുക്ക് മനാഫിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. വളരെ രൂക്ഷമായാണ് താങ്കൾക്കെതിരെ ഇന്ന് കുടുംബം സംസാരിച്ചിരിക്കുന്നത്. എന്താണ്? തീർച്ചയായിട്ടും ഞാൻ ആദ്യം ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഇപ്പം മാധ്യമത്തിലൂടെ അറിഞ്ഞ വിവരം എനിക്കുള്ളൂ. ബാക്കി ഇനി എന്തൊക്കെയാന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്താ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കാം. ഞാനൊന്നും കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ഒരു അങ്ങനെ പറഞ്ഞെന്നുള്ളതും അറിയില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും? താങ്കൾ യൂട്യൂബ് ചാനലിന്റെ റീച്ചിന് വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം താങ്കൾ ആ ചാനലിൽ കൂടെ പുറത്തുവിടുകയാണ്. ആ ചാനലിന്റെ റീച്ചായിരുന്നു താങ്കളുടെ ലക്ഷ്യം. എന്റെ സാമ്പത്തിക സ്ഥിതി എന്തുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് അന്വേഷിച്ചാൽ. ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നല്ല ഞാനൊരു അത്യാവശ്യം മോശമില്ലാത്ത മുതലാളി തന്നെ. എനിക്ക് ഒരു യൂട്യൂബ് ചാനലിൽ ഒരാവശ്യമില്ല. ഈ ഓനെ തിരഞ്ഞെടുക്കുന്ന ആ സമയത്ത് പല കാര്യങ്ങളും ആരോടെങ്കിലും പറയാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. കാരണം ഈ വിഷയങ്ങൾ ആരും മറന്നു പോകാതെക്കാൻ കുറച്ച് ആൾക്കാരുള്ള യൂട്യൂബ് ചാനൽ ഞാൻ ഓരോക്കെങ്കിലും ഓരോ കാര്യങ്ങൾ അറിയി കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇന്നാൽ കഴിയുന്ന എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കുന്നു. ഒരാൾ സാധാരണക്കാരന് എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അതിൻ്റെ അപ്പുറം ഞാൻ ഉപയോഗപ്പെടുത്തി. യൂട്യൂബ് ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കണം, ഞാൻ രാഷ്ട്രീയക്കാരെ ഉപയോഗപ്പെടുത്തിക്കണം, എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലാത്ത യൂട്യൂബ് ചാനലുകാരെ ഓരോന്നെ സഹായിച്ചിക്കണം.
മലപ്പുറം പരാമർശ വിവാദം പത്രത്തിന്റെ തിരുത്തോടെ അവസാനിച്ചു എന്ന് കരുതിയ മുഖ്യമന്ത്രിക്ക് മറ്റൊരു തരത്തിൽ ഈ വിവാദം തിരിഞ്ഞുകുത്തുകയാണ്. PR ഏജൻസിയുടെ സാന്നിധ്യത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് കടുത്ത നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മൗനത്തിൽ ആണെങ്കിലും പ്രതിരോധം ഉയർത്തി നേതാക്കൾ രംഗത്തു വന്നു. മലപ്പുറം പരാമർശത്തിൽ പത്രത്തിന്റെ തിരുത്തു വന്നതോടെ വിവാദം അവസാനിച്ചു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ മുഖ്യമന്ത്രിക്ക് അഭിമുഖം നൽകാൻ PR ഏജൻസിയുടെ ഇടനില എന്തിനെന്നതിൽ സർക്കാരിന് വിശദീകരണമില്ല. ഇന്നലെ പൊതുയോഗത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഉയരുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഒരു മാധ്യമ സ്ഥാപനത്തിന് അഭിമുഖം നൽകാൻ PR ഏജൻസി എന്തിനാണ്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചോദ്യം വേണമെന്ന് PR ഏജൻസി നിർദ്ദേശിച്ചത് എങ്ങനെയാണ്? അഭിമുഖ സമയത്തുണ്ടായിരുന്ന PR ഏജൻസി പ്രതിനിധികൾ ആരൊക്കെയാണ്? PR ഏജൻസിക്ക് പണം നൽകുന്നത് സർക്കാർ ഫണ്ടിൽ നിന്നാണോ? ഏജൻസിക്ക് തെറ്റുപറ്റിയെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുമോ? ഫലത്തിൽ മലപ്പുറം പരാമർശ വിവാദം മറ്റൊരു തരത്തിൽ സർക്കാരിനെ തിരിഞ്ഞുകുത്തുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവർ ഹിന്ദുവിൽ എഴുതി കൊടുത്ത് എങ്കിൽ അവർ വലിയ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തിരിക്കുന്നത്, അവർക്കെതിരെ കേസെടുക്ക്. അദ്ദേഹം ഡൽഹിയിൽ പോയി ഹിന്ദു പോലുള്ള ഒരു പത്രത്തിൽ കൊടുത്തത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഡൽഹിയിലെ ഏമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ഭയന്നാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത്. ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്. ആ ഭയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. വാർത്ത പ്രസിദ്ധീകരിച്ച ഒരു ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടാവുന്നത്. മുഖ്യമന്ത്രിയുടെ നീക്കം ബോധപൂർവമെന്ന് തന്നെയാണ് പ്രതിപക്ഷ ആരോപണം. ആരാണ് ഇതിന്റെ പിന്നിൽ? അതായത് ഒരു PR ഏജൻസി അഭിമുഖത്തിന്റെ കൂടെ ഇതും കൂടി കൂട്ടിച്ചേർത്തു, ഇതും കൂടി തിരികെ കയറ്റി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അത് അബദ്ധമല്ലല്ലോ, അത് സ്ലിപ്പ് ഓഫ് ടങ് അല്ല, അബദ്ധമല്ല, ഒന്നുമല്ല. ചെയ്തത് എന്താണ്? ഒരു ചെറിയ കാര്യമല്ല. ചെയ്തത് എന്ന് പറയുന്നത് ആ ജില്ല കേന്ദ്രീകരിച്ച് സ്വർണം വരുന്നുണ്ട് വലിയ തോതിൽ, വലിയ തോതിൽ അത് പിടിക്കപ്പെടുന്നുണ്ട്. അത്രയും പറഞ്ഞു നിർത്തിയിരുന്നെങ്കിലും മനസ്സിലാക്കാം. മുഖ്യമന്ത്രിക്ക് പ്രതിരോധമുയർത്തുന്നത് മന്ത്രി മുഹമ്മദ് റിയാസാണ്. അഭിമുഖം നൽകാൻ PR ഏജൻസിയുടെ ആവശ്യമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല. നമുക്കൊക്കെ അറിയാം, നിങ്ങൾക്കും അറിയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിന്റെ തലക്കടിക്കണം. ആ തല ഇപ്പോ സഖാവ് പിണറായി വിജയനാണ്. ജോൺ ബ്രിട്ടാസും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് PR-ന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ നന്നായിട്ട് PR ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നില്ല, അതൊന്നും ഉണ്ടാവില്ല. വിവാദം ഈ തരത്തിലേക്ക് എത്തിയതിൽ CPM നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. പല മാധ്യമങ്ങളും അഭിമുഖത്തിന് സമീപിച്ചിട്ടും അനുവദിക്കാത്ത മുഖ്യമന്ത്രി PR ഏജൻസി വഴി എന്തിന് ദേശീയ മാധ്യമത്തിന് അഭിമുഖം നൽകിയെന്നതാണ് ചോദ്യം. വിശദീകരണം നൽകേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, News 18. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.